അപ്പം നമ്മുടെ ക്ലീനിങ്ങിൻ്റെ രണ്ടാം പാർട്ടിലേക്ക് കിടക്കാം കേട്ടോ നമുക്ക്. അപ്പോൾ പിന്നെ ഞാൻ റൂമത്തെ അലമാറി അതേപോലെ നമ്മുടെ വാതിലൊക്കെ അങ്ങോട്ട് തുടച്ചെടുക്കുകയാണ്. നിറച്ചും പൊടിയൊക്കെ അതിൻ്റെ മേലെ കൂടെ ആയിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കണം. അതേപോലെ തന്നെ ജനൽ കമ്പിയും എല്ലാം തുടച്ച് ഓരോ മുക്കും മൂലയും തുടച്ചെടുക്കണം. അത്രത്തോളം പൊടി ഉണ്ടായിരുന്നു കേട്ടോ. അതേപോലെ വെളിയിലത്തെ വാതിലൊക്കെ ഞാൻ തുടച്ചെടുക്കുന്ന സ്പീഡിൽ ചെയ്യുകയാണ് കേട്ടോ. സമയം ഇപ്പം തന്നെ 12 മണി കഴിഞ്ഞു. ഞാനിപ്പോൾ ഇത് ചെയ്യുമ്പോൾ എൻ്റെ അമ്മനെ കേട്ടോ ഞാൻ ആലോചിക്കുന്നത്. കാരണം നമ്മൾ ഒറ്റയ്ക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ അമ്മമാരിനോട് ഓർമ്മ വരുമല്ലേ. കാരണം നമ്മളൊന്ന് ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ ചെയ്യാൻ നമ്മുടെ അമ്മമാർ ഒപ്പം നിൽക്കും, ഓരോന്നും പറഞ്ഞ് തന്ന് ഓരോന്നും ചെയ്യിപ്പിക്കാനായിട്ട്. ഇപ്പോൾ ഏട്ടൻ മൊത്തം മുകളിൽ തട്ടി തന്നുകൊണ്ട് പോയി. ബാക്കി ചോടും എല്ലാവരുടെയും തുടച്ച് വൃത്തിയാക്കൽ ചുമതല എൻ്റേതായതുകൊണ്ട് മൊത്തം ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ തുടയ്ക്കുമ്പോൾ ഇപ്പോൾ അമ്മനെ ഇങ്ങനെ ആലോചിക്കാനിട്ടാണ്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ക്ലീൻ പരിപാടി ആയാലും അടുക്കളപ്പണിയാണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിങ്ങനെ ചെയ്യാനായിട്ട്. അതുകൊണ്ട് പിന്നെ എനിക്ക് അതിനോട് അത്ര വെറുപ്പില്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ ഒറ്റയ്ക്കാണെങ്കിലും അത് ഒരുപാട് ഇരുന്ന് ചെയ്യും. അതിപ്പോൾ എൻ്റെ വീട്ടിലാണെങ്കിലും ഞാൻ അങ്ങനെ തന്നെയാണ് കേട്ടോ. അവിടെ പോയാലും വെറുതെ ഇരിക്കലൊന്നുമില്ല, ഞങ്ങൾ ഒരുമിച്ചാണ് എല്ലാ പണികളും ചെയ്യാറ്. അങ്ങനെ പിന്നെ ചെടിപടുക്കൽ ഞാൻ അങ്ങനെ തുടച്ചിങ്ങോട്ട് ഇറങ്ങുന്നുണ്ട്. വിശന്നിട്ടാണെങ്കിൽ നല്ല വിശപ്പായിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഓരോ പണി ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് വിശപ്പ് കൂടെ. വെറുതെ ഇരിക്കുമ്പോൾ പിന്നെ അത്ര വിശപ്പുണ്ടാവില്ലല്ലോ. അപ്പോൾ ഓരോ പണികൾ ചെയ്യുമ്പോൾ നല്ലോണം വിശക്കാൻ തുടങ്ങിയിട്ട് അങ്ങനെ ഞാൻ തുടച്ച് ഏറ്റവും വെളിയിലെത്തിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഈ വീഡിയോ എല്ലാവരും യൂട്യൂബിലൊന്ന് പോയി കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുകയാണ് കേട്ടോ എല്ലാവരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ബായ്.